നിക്ക് എങ്ങോട്ടേ പോകുന്നു? നിക്കാൻ. അനു ഇവിടെ ഇല്ലെന്നാ നിങ്ങളൊക്കെ പറഞ്ഞല്ലോ. അവൾ ഇവിടെ ഉണ്ട്, കണ്ടിട്ടേ ഞങ്ങൾ പോവൂ. അനുമയുടെ ഇവിടെ ഇല്ല നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ ഇല്ലാത്ത ഒരാളെ നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? അത് ഞങ്ങൾ കണ്ടോളാം. ഇല്ലാത്ത ആൾക്കാരെ കാണാനുള്ള സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട്. ചേട്ടൻ ഞങ്ങളെ തടയത് മാറുകൊണ്ട്. നിങ്ങൾ അവിടെ നിൽക്കാനല്ലേ പറഞ്ഞു? നിങ്ങൾ പുറത്തു പോകും. മേഡത്തിന്റെ അനുവാദമില്ലാതെ അകത്ത് കയറാൻ പറ്റില്ല. ഞങ്ങൾ ആദ്യം വന്നപ്പോ ഈ മര്യാദ ഞങ്ങൾ പാലിച്ചു. പക്ഷെ ഞങ്ങളോട് ഇവിടെ ഉള്ളവർ ആ മര്യാദ കാണിച്ചോ? ഇല്ലല്ലോ. ഞങ്ങളെ കള്ളം പറഞ്ഞ് കബളിപ്പിച്ച് അയക്കാന്ന് കരുതിയോ? ഈ ടെക്നിക്ക് ഒന്നും ഞങ്ങളോട് നടക്കില്ല. മാറി നിൽക്കാൻ. അങ്ങനെ കയറാൻ പറ്റില്ല അകത്തോട്ട്. അവിടെ നിൽക്കാൻ. എന്താ അവിടെ പ്രശ്നം? ഈ കുട്ടികൾ തിരിച്ചു പോയതല്ലേ? വീണ്ടും എന്തിനാ വന്നേ? ഞങ്ങൾക്കൊരു കാര്യം അറിയാനുണ്ട്, അതിനാ വന്നേ. വരൂ. അകത്തേക്ക് വാ. പറയ്, എന്താ നിങ്ങളുടെ പ്രശ്നം? ഈ വീടിന് മുന്നിൽ വന്ന് നിങ്ങൾ എന്താ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഞങ്ങൾക്ക് അനുവിനെ കാണണം. അനു ഇവിടെ ഇല്ലെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ അനുവിനെ തിരക്ക് വീണ്ടും വന്നത്? അനു ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട്, അതുകൊണ്ടാ ഞങ്ങൾ വന്നേ. അനുവിനെ ഞങ്ങൾക്ക് കണ്ടേ പറ്റൂ. അവളെ കാണുന്നതിൽ നിന്ന് അമ്മ ഞങ്ങളെ തടയരുത്. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇവിടെ ഇല്ലാത്തൊരാളെ ഞാൻ എങ്ങനെ കാണിച്ചു തരണമെന്നാ നിങ്ങൾ പറയുന്നേ? അമ്മേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? നിങ്ങള് അനുവിനെ ഈ വീട്ടിൽ അടച്ചിട്ടിരിക്കല്ലേ? അവളുടെ അച്ഛന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ അവളെ അടച്ചിട്ടേക്കുന്നത്? ഒരു പവർ ഓഫ് അറ്റോർണിക്ക് വേണ്ടി സ്വന്തം മകളെ തടവിലാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു അമ്മേ? നിങ്ങളാണോ അമ്മ? നിങ്ങൾ അമ്മയല്ല, രാക്ഷസിയാ. ഛീ, നിർത്തടി. ഇവിടെ വന്ന് എന്നോട് അനാവശ്യം പറയുന്നു. വിവരം അറിയും. സ്വന്തം മകളോട് അനാവശ്യം പ്രവർത്തിച്ചിരിക്കുന്നതേ നിങ്ങളല്ലേ? ഈ കള്ളക്കഥകളൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞു? അനുവിന് പറയാനാവില്ലെന്ന് എനിക്കറിയാം. പിന്നെ എങ്ങനെ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞു? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ, ഇവിടെ നടക്കുന്ന ഇതൊക്കെയല്ലേ? ഇതെല്ലാം കള്ളമാണ്. ഇങ്ങനെ ഒരു സംഭവമേ ഈ വീട്ടിൽ നടന്നിട്ടില്ല. എന്റെ മകളുടെ കാര്യം ഞാനാ തീരുമാനിക്കുന്നേ. ഞങ്ങളുടെ സ്വത്തിന്റെ കാര്യമേ ഞങ്ങളുടെ കുടുംബ കാര്യമാ. അതിലിടപെടാൻ നിങ്ങളാരാ? ഞങ്ങൾ അവളുടെ ഫ്രണ്ട്സാ. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അങ്ങ് ഹോസ്റ്റലിൽ അവസാനിച്ചു. ഇനി അനുവിനെ അങ്ങോട്ട് അയക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അനുവിനെ കൊണ്ട് ഞാൻ സിംഗപ്പൂർക്ക് പോവാ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇറങ്ങി പോവാൻ നോക്കേ. ഞങ്ങൾ എന്ത് ചെയ്യുന്നേ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ പോലീസിനെ അറിയിക്കും. പോലീസ് ഇവിടെ വരുമ്പോ നിങ്ങൾ അനുവിനെ പുറത്തു കൊണ്ടുവരേണ്ടി വരും. അതോടെ ഇവിടെ നടക്കുന്ന എല്ലാ നാടകങ്ങളും എല്ലാവരും അറിയും. എന്നാ നിങ്ങൾ പോയി പോലീസിനെ അറിയിക്ക. നിങ്ങൾ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? ഈ വീട്ടിലില്ലാത്ത ഒരാളെ കാണിക്കാൻ പറ്റില്ല. ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങി പോവാൻ. അമ്മേ, നിങ്ങൾ ഞങ്ങളെ ഇറക്കി വിട്ടതുകൊണ്ട് ഈ പ്രശ്നം ഇവിടെ കൊണ്ട് തീരില്ല. തുടങ്ങാൻ പോവാ. നിങ്ങൾ എത്ര ശ്രമിച്ചാലും അനുവിനെ ഞങ്ങളിൽ നിന്ന് അകറ്റാനാവില്ല. മടി പോവാ. ഈ പിള്ളേർ എനിക്ക് തലവേദന ഉണ്ടാക്കുമല്ലോ. ഇതേതാ ഈ പാവ? ഇനി ആ പിള്ളേര് കൊണ്ടുവച്ചതാണോ? അനുവിന്റെ ആയിരിക്കും. ശശിധര മേഡം, ആ പിള്ളേര് പോയോ? അവര് അകത്തേക്ക് പോകുന്ന വേഗത്തിൽ തന്നെ തിരിച്ചു പോകുന്നുണ്ടല്ലോ. വണ്ടിയെടുത്ത് സ്ഥലം വിടാൻ പറഞ്ഞപ്പോ തന്നെ അവര് പോവുകയും ചെയ്തു. ഈ പാവ ആ പിള്ളേര് കൊണ്ടുവന്നാണോ? ഈ പാവയോ? ആ പിള്ളേർ അകത്തേക്ക് വരുമ്പോ അവരുടെ കയ്യിൽ ഈ പാവ ഞാൻ കണ്ടില്ല മേഡം. പിന്നെ എങ്ങനെ ഈ സാധനം അകത്തു വന്നു? താൻ കൊണ്ടുവച്ചതാണോ? അയ്യോ, ഞാനല്ല മേഡം. പാവയെ ആ പിള്ളേർ ഒളിപ്പിച്ച് അകത്ത് കൊണ്ടുവന്നതായിരിക്കാം.
അങ്ങനെയാണെങ്കിൽ ഈ പാവയിൽ എന്തെങ്കിലും പണി ഒപ്പിച്ചുകൊണ്ട് വന്നതായിരിക്കും. അവളുമാരുടെ ഒരു പാവ. എവിടെയെങ്കിലും കൊണ്ടുപോയി കളയി. അയ്യോ, എന്തു പറ്റി മേഡം? എന്തു പറ്റി മേഡം? കാല് തെറ്റി വീണതാ. മേഡത്തിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അയ്യോ, നിർത്തടാ, അവന്റെ മുണഞ്ഞൊരു ചിരി. എന്താണ് നിനക്ക് ചിരി വരാൻ? ഇവിടെ ആരെങ്കിലും കോമഡി പറഞ്ഞു? കോമഡി ആയിട്ടല്ല, നിങ്ങളുടെ ട്രാജഡി ആയിട്ടാ ഞാൻ ചിരിച്ചത്. ആരഫ്, ഞങ്ങൾ എല്ലാവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അപ്പോഴാ നീ ഞങ്ങളുടെ മുഖം കണ്ട് പൊട്ടിച്ചിരിക്കുന്നത്. ആരവേ, നീ കൂടെ ഉള്ളതുകൊണ്ടേ പോലീസിന്റെ സഹായം പോലും തേടാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ടാണോ നിനക്ക് ചിരിക്കാൻ തോന്നുന്നേ? ആ വീട്ടിലേക്ക് പോരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, നിങ്ങൾ അത് കേട്ടില്ല. പോയിട്ട് എന്തായി? അനുവിന് ആ വീട്ടിലെ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് അതിന് കഴിയില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ ഞാൻ നിങ്ങളെ തടഞ്ഞതും. മേഘേ, നീ എന്തിനാ കരയുന്നേ? മേഘേ, കരയാതെ. എന്താടി പ്രശ്നം? ഈ മേഘ കരയിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, നീ ഒന്നും പറഞ്ഞില്ല. ഞാനും ഓർത്ത് കരഞ്ഞതാ. നമ്മളാ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ അനുവിനെ ഒന്ന് കാണാൻ പോലും അവര് സമ്മതിച്ചില്ലല്ലോ. എടി, ആ സങ്കടം നിനക്ക് മാത്രല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് കരുതി നമുക്ക് എല്ലാവർക്കും പൊട്ടിക്കരയാൻ പറ്റുമോ? അതല്ലല്ലോ നമ്മുടെ ശീലം. അനു നമ്മളെ കോണ്ടാക്ട് ചെയ്യരുതെന്ന് അവരാഗ്രഹിക്കുന്നു. അത് വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാ. നമ്മളെ പോലെ അവളും സങ്കടസ്ഥിതിയിലായിരിക്കും. അവള് പോലെ കടുങ്ങി ചെയ്യുമെന്ന് എന്റെ പേടി. അനു ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കില്ല. നമുക്കറിയില്ലേ അവളെ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. നിങ്ങൾ ആരും അനുവിനോർത്ത് സങ്കടപ്പെടണ്ട. നിങ്ങളെ ഞാൻ സഹായിക്കാം. നീ ഞങ്ങളെ എങ്ങനെ സഹായിക്കാനാ? നിന്നെ ഞങ്ങളല്ലേ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നേ? ശരിയാണ്, നിങ്ങളാണ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ഉപകാരങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ചെയ്യണമല്ലോ.